വാർത്തകൾ തുടരുന്നു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 2 യുവതികളെ ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച്. മലയാള സിനിമയിലെ മുൻനിര നടിയെ ഉടൻ ചോദ്യം ചെയ്തേക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ദിലീപിനും നോട്ടീസ് നൽകും. ദിലീപുമായി അടുത്ത ബന്ധമുള്ള വ്യവസായ സംരംഭം കൂടിയായ സീരിയൽ താരം, പബ്ലിക് റിലേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവതി എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത്. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരുമായും ദിലീപ് ചർച്ച ചെയ്യുന്നതായാണ് വിവരം. ഇതിന്റെ ഫോൺ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അടുത്തിടെ സിനിമാ ലോകത്തേക്ക് തിരികെ വരികയും ചെയ്ത നടിയുമായും ദിലീപ് തുടർച്ചയായി ആശയവിനിമയം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തിബന്ധത്തിനപ്പുറം ഇരുവരും തമ്മിൽ കേസ് സംബന്ധിച്ച ആശയവിനിമയം നടന്നുവെന്നാണ് പരിശോധിക്കുന്നത്. മൊഴി നൽകാൻ ഹാജരാവുന്നതിനായി നടിക്ക് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് സൂചന. ഈ നടി ഉൾപ്പെടെ 12 പേരുമായുള്ള സന്ദേശങ്ങൾ മായ്ച്ചു കളഞ്ഞതായി കണ്ടെത്തുന്നുണ്ട്. ഇവരിൽ തന്നെ 4 പേരുമായും സ്വകാര്യ സംഭാഷണത്തിനുമപ്പുറം അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചതായും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ നടത്തിയ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ദിലീപിനെ ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് 18 കൊച്ചി. ദിലീപിന്റെ മൊബൈൽ ഫോണിലെ രേഖകൾ നശിപ്പിക്കാൻ സഹായിച്ച IT വിദഗ്ധൻ സായി ശങ്കറിന്റെ മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് ഹൈക്കോടതി. സായി ശങ്കറിനെ നിലവിൽ പ്രതി ചേർത്തിട്ടില്ല. സാക്ഷിയായാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചതെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി അനീഷുണ്ട്. അനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോഴിക്കോട് സ്വദേശിയായ IT വിദഗ്ധൻ സായി ശങ്കറിന്റെ സഹായത്തോടു കൂടിയാണ് ദിലീപ് മൊബൈൽ ഫോണിൽ നിന്നുള്ള മെസ്സേജുകളും മറ്റും ഡിലീറ്റ് ചെയ്തതെന്ന് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന നിർദ്ദേശവും നൽകി. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞുമാറി പോലീസ് പീഡിപ്പിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഹർജിയും മുൻകൂർ ജാമ്യം തേടിയുള്ള മറ്റൊരു ഹർജിയും ഫയൽ ചെയ്യുകയായിരുന്നു. ഇതിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴാണ് ഇയാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കേസിൽ പ്രതിയില്ലാത്ത ഒരാൾക്ക് അറസ്റ്റ് ഭീഷണിയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അത് ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന് പോലീസ് കോടതി അറിയിച്ചിരിക്കുന്നു. സാക്ഷിയായാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നതെന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ആഴ്ച അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവണമെന്ന നോട്ടീസാണ് നൽകിയത്. പക്ഷേ ഇയാൾ ഹാജരായിട്ടില്ല. കോഴിക്കോട്ടെ വീട്ടിലടക്കം പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാം എന്ന് കോടതിയിൽ സായി ശങ്കർ അറിയിച്ചിട്ടുമുണ്ട്. രേണുക.